നമ്മൾ ട്രിപ്പിന് പോയ വീഡിയോസ് ഞാൻ അന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ തിരിച്ച് വരുന്നത്. എല്ലാവരോടും ക്ഷമിക്കണം കേട്ടോ. നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ വീഡിയോ എടുക്കേണ്ട മൂഡല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ട്രിപ്പിന് പോയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ട്രിപ്പിന് പോകുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. കടുകൊക്കെ പൊട്ടിച്ച് വേപ്പിലൊക്കെ ഇട്ട് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് പച്ചമുളക് പിന്നെ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടാവില്ലേ, ആ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് നമ്മളിത് ഉപ്മാവ് പോലെയാണ് ഇത് ചെയ്തുണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഉമ്മ മിക്കവാറും ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ, ടേസ്റ്റിയുമാണ്, പിന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്മാവിൻ്റെ സംഭവങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇച്ചിരി തേങ്ങ മിക്സിയിലിട്ടിട്ട് മുളക് പൊടി പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളി പിന്നെ ഒരു ഉപ്പും പിന്നെ ചെറിയൊരു കഷ്ണം പുളിങ്ങി ഇട്ടിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി വെക്കാം കേട്ടോ. നമ്മളിന്നൊരു ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് നോക്കുന്നത്. കാരണം നമ്മളിന്ന് ട്രിപ്പ് പോകുന്ന ദിവസമാണല്ലോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനും ഒക്കെ ഉണ്ട്. കണ്ടോ, നമ്മൾ ഉപ്മാവ് പോലെ തന്നെ ഈ നെയ്ച്ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു അടിപൊളി കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. നമ്മൾ ഈ പൊടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് വല്ലാണ്ട് തിളപ്പിക്കാണ്ട് മൂടി വെച്ചിട്ട് പിന്നീട് തുറക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കാൻ നല്ല രസമായിരിക്കും. ഇനി കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും സായിക്കുട്ടിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നുമ്പോൾ കുറച്ച് കണ്ട് കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. നമ്മളെ ഈ കുട്ടിത്തെങ്ങ് വല്ലാതെ ഉണങ്ങുന്നുണ്ട്. എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ഇതിന് ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങുന്നുണ്ട് കേട്ടോ. ഞാനൊരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ എവിടുന്നാ പൊക്കിയെടുത്തോണ്ട് വരുന്നത്? അത് വന്നിട്ട് തുറന്നു നോക്കിയില്ലല്ലോ. തുറന്നു നോക്കിയില്ല, എന്താ അറിയാലോ. ഇതൊക്കെ ഓർമ്മകൾ താമസിക്കുന്ന ഇടാണ്. ഇത് എന്താണെന്നറിയോ, ഇത് തന്നെ ഞാൻ സുധന് കൂട്ടിക്കൊണ്ടുവരില്ലേ, അപ്പോഴത്തെ സാരിയാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കാട്ടാം. ഇതിന്റെ കല്യാണ സാരിയാണ്. ഇത് താത്തന്റെ ആങ്ങളുടെ കല്യാണം ഉണ്ടായില്ലേ, അപ്പൊ ഞാനും ഷെബിനെ ഒരേപോലെ എടുത്തിരുന്ന ഒരു സാരിയാണ് കേട്ടോ. പിന്നെ ഇത് എന്തൊരു കാര്യം പറയുന്നുണ്ട്. ഈ സാരി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വാപ്പ ആദ്യമായിട്ട് ദുബായിൽ നിന്ന് വന്നപ്പോ കൊടുന്ന സാരിയാണ്. ഇത് സാരിയും ഇതിന്റെ ജാക്കറ്റും ഞാൻ ഏകദേശം ഒരു 20 വയസ്സായിട്ടായിരിക്കാം. 20 വയസ്സായിട്ട് 20 വയസ്സിൽ ചിലപ്പോൾ കുറവായിരിക്കും. കാരണം ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. 20 വയസ്സല്ലേ. ഈ സാരിയും ഈ ജാക്കറ്റും ഇതൊന്ന് പോയി ഇട്ടു വന്നാൽ ഇതിന്റെ ഗുണ്ട് പറയുന്നുണ്ടോ. എപ്പോഴും പറയും അത് തടിച്ച് പണ്ട് മെലിഞ്ഞിട്ട് അങ്ങനെ മെലിയാനും പാടില്ല. ഏകദേശം നിന്റെ ഒക്കെ ഒരു തടി വേണോ? അതെ, പിന്നെ ഈ സാരി നിട്ടുക. ഞാൻ എന്നോട് എപ്പോഴും പറയും ഇതിന്റെ പ്രായത്തേക്ക് എത്തുമ്പോ ഇതും ആവൂലെന്ന്. ഇപ്പൊ തൽക്കാലം 20 വയസ്സിൽ ഞാൻ ഇട്ടിരുന്ന ഈ സാരി അതെന്റെ മോൾ ഒന്ന് ഇട്ടു വന്നാൽ ഞാൻ കാണുന്നു. അടക്കത് കൊണ്ടോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്നാലും അടക്കത് കൊള്ളുന്നേ ഞാൻ ഒരു തരത്തിലും വിചാരിച്ചിട്ടില്ല. അടുത്തേക്കൊന്നാ നോക്കട്ടെ. ഓ പഠിച്ചോരെ, എനിക്ക് വയ്യ. എന്റെ ബാബ ദുബായിൽ നിന്ന് കൊണ്ടിരുന്ന സാരി എന്നത്. ഇപ്പൊ ഇങ്ങനെ ഇത്ര കഴുത്തൊക്കെ കാണിച്ച് ഇത്ര കോൺഫിഡൻസോട് കൂടി സാരി എടുക്കുന്നത്? പണ്ട് ഒന്നും ഇങ്ങനെ നല്ല എടുത്തിരുന്നത് സാരി. അത് കഴുത്തില് കുറച്ച് മുമ്പേ ഡാർക്ക് പിഗ്മെന്റേഷൻ ഇല്ലേ, ഭയങ്കര പിഗ്മെന്റേഷൻ ഇന്ന് കറുത്ത കളറായിരുന്നു കഴുത്തൊക്കെ. അപ്പൊ കാണിക്കാൻ കൂടുതലല്ലേ, പിന്നെ കാണിച്ചിട്ട് എന്തിനാ ഇപ്പൊ മാറിയില്ല നോക്കിയതാ ഇല്ലേ. ഓ, ഇതെങ്ങനെ എത്ര വേണ്ട മാറിയത്? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഡെർമഡോക്കിൻ്റെ 5% ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതെനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റ് ആട്ടോ. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 4 ആഴ്ച ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4 ആഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്കിൻ്റെ അണ്ടർആംസിൻ്റെ നെക്കത്തൊക്കെ പിഗ്മെന്റേഷൻ നന്നായിട്ട് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് നെക്കിൽ, അണ്ടർആംസിൽ, ഇന്നർ തൈല് അല്ലെങ്കിൽ കാൽമുട്ട്, കൈമുട്ടിൽ ഇവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. താരം പോകാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് വല്ല സ്മെല്ല് ഓർഡറിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരുപാട് ഡെർമറ്റോളജിസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ ഇത് മാത്രമല്ല, ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. മേടിക്കാൻ അത്ര വലിയ പൈസ കൊടുക്കണമെന്ന് ആവശ്യമില്ല, പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയ പ്രൊഡക്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഡെർമഡോക്കിന്റെ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്തായാലും ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മളൊരു വൈകുന്നേരം ആയപ്പോൾ സ്റ്റുഡിയോക്ക് പോയിട്ട് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ ഇന്നല്ല നാളെയാണ് ട്രിപ്പിന് പോകുന്നത് കേട്ടോ. നേരത്തെ വോയിസ് കൊടുത്തപ്പോൾ തെറ്റ് പറ്റിയതാണ്. എന്താ നീ വല്ലതും ഈ വല്ലതും കളക്കടത്ത് നടത്തുന്നുണ്ടോ? എൻ്റെ പേപ്പർ എന്തിരിക്കാൻ സൈകുട്ടിയെ ബോംബുണ്ടെങ്കിൽ പീ പറഞ്ഞടിക്കും. പിന്നെ ഇതേപോലെ തന്നെ ബോംബുണ്ടെങ്കിൽ ഫോൺ അതേപോലെ തന്നെ പിന്നെ വെറുതെ
എസ്കലേറ്റർ പിന്നെ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും സായ്ക്കുട്ടി അതിൻ്റെ മുകളിൽ കയറി പോകും കേട്ടോ. എന്നാൽ ഓക്കെ, അവനോട് കയറി പോയിട്ട് ഇറങ്ങി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനവിടെ വിട്ടിട്ട് നമ്മൾ നേരെ സുഡിയോക്ക് കയറിപ്പോയി. ഇവിടെ സെയിൽസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അല്ലാണ്ട് വേറെ കുറേ കളക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് 299 രൂപയ്ക്ക് അത്യാവശ്യം നല്ല 2 ഡ്രസ്സുകൾ കിട്ടി. നമ്മൾക്ക് പറ്റുന്ന ഡ്രസ്സുകളാണ്. പിന്നെ സായ്ക്കുട്ടിക്ക് 2 ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കണ്ണാടിയിൽ എനിക്ക് നമ്മൾ തന്നെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സുന്ദരികളായിട്ട് തോന്നും. ഇത് നമ്മൾ ബിനാസ് ഡിസൈൻ്റെ ചുരിദാറാണ് കേട്ടോ. ഞാനിവിടെ നമ്പറൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ബിനാസ് ഡിസൈൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് എൻ്റെ വേറെ വീഡിയോസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഞാനും മിന്നുമോളും ഓരോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മൾ ടൂർ പോവല്ലേ, ഇച്ചിരി മോഡേൺ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ 2-3 ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ ഈ സൺസ്ക്രീൻ വൈപ്പാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ ബില്ല് പേ ചെയ്യാൻ പോകുമ്പോൾ ഈ 2 സൈഡിൽ ഇവർ ഭയങ്കര സൂത്രക്കാരാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാതിരിക്കില്ല. കണ്ണടച്ചിട്ട് ഇറങ്ങി വാ, ലിഫ്റ്റിൽ പോകാം. അല്ല ലിഫ്റ്റല്ല, എസ്കുലേറ്ററിൽ. നല്ല ഇറക്കം കൂടുതലാണ്, ഭയങ്കര ഇറക്കം. അത്ര ഇറക്കും, എനിക്ക് വന്നാൽ കണ്ണടച്ചിറങ്ങിയാൽ മതി. എന്നോടൊക്കെ എൻ്റെ മമ്മ എസ്കുലേറ്ററിൽ ഇറങ്ങണില്ല. ഞാനിവിടെ സായ്ക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫുഡ് കോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എസ്കലേറ്ററിന് മുകളിലേക്ക് കയറി വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ താഴത്തേക്ക് നോക്കിയപ്പോൾ ആ എസ്കലേറ്ററിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിന് ഭയങ്കര ആഴം. അപ്പോൾ എനിക്ക് തീരെ കയ്യും കാലും വിറച്ചു. എന്നെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സ്പീഡ്, ഹൈറ്റ്, ലിഫ്റ്റ് ഇതൊക്കെ പേടിയാണ്. പക്ഷേ എസ്കലേറ്ററിൽ ഞാൻ ഇറങ്ങാറുണ്ട്. പക്ഷേ ഇന്നെന്തോ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചത് കറക്റ്റായിട്ടില്ല. വിശന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡി ഭയങ്കരമായിട്ട് വീക്കാവില്ലേ. എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് വീക്കായാൽ പിന്നെ എനിക്ക് എല്ലാത്തിനോടും ഭയങ്കര പേടി തോന്നും. അപ്പോൾ എനിക്ക് ആ എസ്കലേറ്ററിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആർക്കും ഒന്നും എക്സ്പ്രസ് ചെയ്ത് ഫലിപ്പിക്കാൻ കൂടി അറിയില്ല. എനിക്ക് വല്ലാത്തൊരവസ്ഥയാണത്. ലിഫ്റ്റിൽ കയറാൻ പറ്റാത്ത അവസ്ഥ, ഹൈറ്റ്, സ്പീഡ് ഇതൊക്കെ പേടിയായി എന്താ കാട്ടുക. അപ്പോൾ ഞാൻ സായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും സ്റ്റെപ്പ് ഉണ്ടാവും, സായ്ക്കുട്ടിക്ക് സ്റ്റെപ്പ് കണ്ടെത്തിയതായോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എല്ലായിടത്തും ലിഫ്റ്റ്, എസ്കലേറ്റർ ഇതൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരുവിധം നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഈ ഒരു പേടി കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് വല്ലാത്തൊരു വേദനയാണ് കേട്ടോ. എൻ്റെ കൂടെ വരുന്ന ആൾക്കാരും എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും. പക്ഷേ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ എന്നോട് സഹതാപം തോന്നും ചില സമയത്തൊക്കെ. എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ സായ്ക്കുട്ടിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജാംചുബിൻ്റെ അടുത്തുള്ള ഒരു കഫേയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഫുഡുകളാണ് കഴിക്കുന്നത്. ഞാൻ ഇന്നുമോളും സായ്ക്കുട്ടിയും നമ്മൾ ലൈമ്, മിൻറ്റ് ലൈമ്, പിന്നെ ഗ്രേപ്പ് ലൈമ് അങ്ങനെയൊക്കെ വാങ്ങിച്ചു. അതൊരാകുമ്പോൾ 30 രൂപയെ വിലയുള്ളൂ. മറ്റേത് ജ്യൂസ് ഷേക്കൊക്കെ വാങ്ങിച്ചാൽ ഒരുപാട് പൈസ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സ്നാക്സും വാങ്ങിച്ചിട്ട് സായ്ക്കുട്ടിക്ക് കൊടുത്തു. ഞാനും ഇന്നുമോളും ഒരു ചെറിയ പീസും കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം ടൂർ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ആവശ്യമുണ്ട്. അപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്നിട്ട് സ്നാക്സൊക്കെ കഴിക്കൽ. പിന്നെ നമ്മൾ നേരെ ജാംചുബിക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. കാരണം ടൂർ പോകുന്ന സമയത്ത് നെബിലൂട്ടി, ഉണ്ണിമൂന്ന് ഇവരൊക്കെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഹോർലിക്സും ബൂസ്റ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വാങ്ങിക്കാം. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കണ്ടേ. പിന്നെ നമ്മൾ ജാംചുബിക്ക് വരുമ്പോൾ എപ്പോഴും നോക്കുന്നതാണ് കേട്ടോ, ഇവിടെ എല്ലാവരും പാനിപ്പൂരി ഇരുന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇങ്ങനെ റോട്ടിൽ പാനിപ്പൂരി കഴിക്കാൻ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുത്തെ പാനിപ്പൂരി കുറച്ച് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അപ്പോൾ സായ്ക്കുട്ടി ഇങ്ങനെ ഓരോന്ന് പേരൊക്കെ പറഞ്ഞിട്ട് കളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് പാനിപ്പൂരി മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ വീതം വെച്ചിട്ട് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇനിയും ജാംചുബിക്ക് വരുമ്പോൾ ഇവിടുത്തെ പാനിപ്പൂരി കഴിക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ കാത്തുനിന്ന ദിവസം എത്തി. ഇന്നാണ് നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചട്നി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. തേങ്ങ ചിരവാനും മടിയായിട്ട് ജാസ്മിക്കുട്ടിയാണ് പറഞ്ഞത് സ്റ്റൗവിൽ തേങ്ങ അതായത് ഇതുപോലെ വച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അടർത്തി മാറ്റിയാൽ വേഗം കിട്ടും. പിന്നെ അങ്ങനെ ഉണ്ടാക്കുന്ന തേങ്ങ കൊണ്ട് നമ്മൾ ചട്നി അരച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക തരം ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തേങ്ങ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നലെ വാങ്ങിച്ചു കൊടുത്ത സംഭവങ്ങൾ അൺബോക്സ് ചെയ്യുന്ന തിരക്കിലുമാണ് കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ബോൺവിറ്റയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബോൺവിറ്റ അവിടെ നല്ല ആദായ വിൽപ്പനയായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, 2 പാക്കറ്റ് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിസ്ക്കറ്റ്സൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്.
ബിസ്ക്കറ്റാണ്. പക്ഷേ വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂർ പോകുമ്പോൾ ഈ ബിസ്ക്കറ്റ് എടുക്കാൻ നമ്മൾ മറന്നുപോയി കേട്ടോ. പിന്നെ എൻ്റെ ഗ്ലൗസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൗസ് പുതിയതായിട്ട് ഓർഡർ ചെയ്തിട്ട് വരുത്തിച്ചതാണ്. ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ സ്മോൾ സൈസാണ് ഞാൻ ആദ്യം ഗ്ലൗസ് വാങ്ങിച്ചിരുന്നത്. ഇത് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടോ. സ്മോൾ സൈസ് പെട്ടെന്ന് കീറുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഗ്ലൗസ് അങ്ങനെ പെട്ടെന്ന് കീറിയാൽ ശരിയാവില്ല. ഒരു ദിവസം ഒരു ഗ്ലൗസ് എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ സ്മോൾ സൈസ് ഗ്ലൗസ് ആകുമ്പോൾ ഒരു ദിവസം 2 എണ്ണമൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം മീഡിയം സൈസ് ഗ്ലൗസാണ് വാങ്ങിച്ചത് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഈ ബോട്ടിലിൻ്റെ മൂടി ശരിക്കും അടഞ്ഞിരിക്കുമോ എന്നുള്ളത് കേട്ടോ. കാരണം അതിൽ ഫുള്ള് ഞാൻ ആ ബോൺവിറ്റ് നിറച്ചിട്ട് എൻ്റെ വിരൽ കൊണ്ട് മാത്രമാണ് ഈ മൂടി പൊക്കി പിടിക്കുന്നത്. പക്ഷെ അത് സാധാരണ കുപ്പിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു മൂടി അടച്ചു വെച്ച് ടൈറ്റാക്കി വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു സംഭവം കേട്ടോ. പ്രത്യേകിച്ച് ചിലപ്പോൾ നിലത്തേക്ക് ഇങ്ങനെ അടിച്ച് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ തെറിച്ച് പോയേക്കാം. അല്ലാതെ സാധാരണ രീതിക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ കുപ്പിൻ്റെ മൂടി അടച്ചു വെച്ച പോലെ തന്നെ ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ നമ്മൾ ശരിയാക്കി ചെറുതായിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, ഇച്ചിരി വെള്ളം, പിന്നെ ഇച്ചിരി നമ്മൾ ചെറിയുള്ളിയും ഇങ്ങനെ അരച്ചിട്ട് ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചട്നി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇച്ചിരി വേപ്പിലിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ മിശ്രിതം നന്നായിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. നമ്മൾ ചട്നി നമ്മൾ നീട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലവാകുന്നില്ല. അപ്പോൾ ഒരു ചമ്മന്തി പോലെ ഇച്ചിരി ടൈറ്റായ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റൻറ്റ് ദോശമാവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലേന്ന്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ദോശമാവ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ആ മാവ് ഡയറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മൾ ദോശമാവിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ട് നല്ല ദോശകൾ നല്ലവണ്ണം ചുട്ടെടുക്കുകയാണ് രാവിലെ തന്നെ. രാവിലെ നമ്മൾ ഈ ദോശയും ചട്നിയും കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കുമല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ദോശയും ചട്നിയും കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് സായ്കുട്ടി സ്കൂളിൽ പോകുന്നുണ്ട്, നിന്നുമോൾ സ്കൂളിൽ പോകുന്നില്ല. ഇന്ന് ടൂർ പോകുന്ന ദിവസമാണ്. അപ്പോൾ അവൻ്റെ സ്കൂൾ മിസ്സാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ സായ്കുട്ടി മാത്രം സ്കൂളിൽ പോകുള്ളൂ. കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാരണം കൊണ്ട്, പിന്നെ ഇന്നുമോൾക്ക് ഫിസിക്കലി കുറച്ച് വയ്യാത്ത കാരണം കൊണ്ട് ഇന്നുമോൾ ഇന്ന് കോളേജിൽ പോകുന്നില്ല. എന്താണ് കണ്ണുമോളൊക്കെ ഇങ്ങനെ വയ്യായിട്ട് കോളേജിൽ പോയിട്ടില്ല? ടൂറ് പോകുന്ന ദിവസം തന്നെ എനിക്ക് എല്ലാ ടൂറും അങ്ങനെ തന്നെയാണ്. കൊടൈക്കനാലിലേക്ക് പോയപ്പോൾ ഭക്ഷണം കഴിക്കല്ലേ പറയണ്ട. ഇപ്പോൾ വയറുവേദന. ടൂർ ആസ്വദിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷെ എല്ലാ ടൂറും ഞാൻ പോകും. ഭക്ഷണം കഴിച്ചിട്ട് കുളി കുടിക്കാൻ നോക്ക്. ഇന്ന് ടൂർ പോകാൻ പറ്റിയിട്ട് സായ്ക്കുട്ടി മാത്രമാണ് സ്കൂളിൽ പോകുന്നത്. പോയിട്ട് വരും, സേഫായിട്ട് പോയിട്ട് വരും കേട്ടോ. ഒരു ലോഡ് ഡ്രസ്സ് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി മോളിൽ കൊണ്ടുപോയിട്ട് പിരിച്ചിടണം. നമ്മൾ ഇന്നലെ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിരുന്ന ഡ്രസ്സൊക്കെ അല്ലേ, അതൊക്കെ വാഷ് ചെയ്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പോകുമ്പോൾ ഉപയോഗിക്കാത്ത ഡ്രസ്സാണ്. ഇന്ന് രാത്രിക്കൊക്കെ ഇവിടെ കിട്ടാൻ ഉണങ്ങുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്നെന്തോ വെയിൽ മങ്ങിയിട്ടാണ് കിടക്കുന്നത്. വൈകുന്നേരം എല്ലാവരും വരുമ്പോൾ നെയ്റോസ്റ്റ് അല്ല നെയ്ച്ചോറ് ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാവിലെ ദോശൻ്റെ ബാക്കി മാവ് ഇരിക്കുന്നുണ്ട് ബാക്കി. അപ്പോൾ അതും ചട്നി കൂടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചട്നി ഉണ്ടാക്കാണ് കുറച്ച് ചട്നി ഉണ്ട് മറ്റേ. അപ്പോൾ ഇന്നുമോള് നല്ല ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ടൂർ പോകാനുള്ള ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, പെരിന്തൽമണ്ണ വഴിയാണ് പോകുന്നത്. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്കാണ് എല്ലാവരും വരാമെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമ്മളെ കുഞ്ഞുമോള്, നിബിലൂട്ടി, ഉണ്ണിമോന് എല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കോക്കനട്ട് ബണ്ണ്, തേങ്ങാ ബണ്ണ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്ച്ചോറ് കഴിച്ചിട്ട് പോവാം, നെയ്ച്ചോറും മുട്ട പൊരിച്ചത് ചമ്മന്തി കഴിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞു. നിബിലൂട്ടി പറഞ്ഞു നമുക്ക് മന്തി വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, മന്തി കഴിച്ചിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. നമുക്കിന്ന് വൈകുന്നേരം നമ്മൾ 11:30 മണിക്കാണ് ട്രെയിൻ രാത്രി. അപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്ക് ഒന്നും കൂടെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയിട്ട് വരാം കേട്ടോ. ഞാനും സായ്ക്കുട്ടിയും കൂടി ഓനക്കൊരു ചെറിയ 1-2 സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇന്നുമോള് കുഞ്ഞുമോളൊക്കെ വരുമ്പോൾ ഇന്നുമോള് നോക്കണം. ഓക്കെ, ശരി. അപ്പോൾ
അപ്പോൾ അവർ വരുന്നതിൻ്റെ ഇടയിൽ കൂടെ അവർ വരാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞാൻ അവിടെ പോയിട്ട് ഇടാൻ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തേക്കണ പാൻറ്റാണ്. ഇതാണ് ഒരെണ്ണം സ്റ്റുഡിയോന്ന് മേടിച്ച ഡ്രസ്സ്. അവിടെ നിന്ന് കാണിച്ചു കേട്ടോ. പിന്നെ ഇത് കുറച്ച് മേക്കപ്പിൻ്റെ സാധനങ്ങളും പിന്നെ സ്കിന്നിൽ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുമാണ് കേട്ടോ. പിന്നെ അത് ഞാൻ കൊടൈക്കനാലിൽ നിന്ന് വരുമ്പോൾ കൊടുന്ന കമ്മലുകളില്ലേ, ഇതിലേതൊന്ന് സെറ്റാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതിനൊക്കെ അടിപൊളിയാക്കാരം അങ്ങനെ വിചാരിച്ചിരിക്കണത്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തേക്കട്ടെ ഗൈസ്. ഈ പുറത്തുണക്കിട്ട സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുപോയി വെക്കാം. തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വന്നിക്കാണ്. കാറ്റും മഴയും കണ്ട് പേടിച്ചിരിക്കുക. എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ഇന്നെ പൊക്കല്ലേ പ്രത്യേകം പറയാനുണ്ട്. പിന്നെ ഒരു വാങ്ങി വെച്ച് ബിസ്ക്കറ്റും തന്നിട്ട് ഇരുത്തിക്കണം. വേറെ ഒന്നുമില്ല. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ. ഇങ്ങനെ പ്രശംസിക്കല്ലേ. മമ്മ അല്ല ഇവിടെ, അതുകൊണ്ടാണ്. മമ്മ ഉണ്ടെങ്കിൽ എന്തേലൊക്കെ ഉണ്ടായി തന്നിരുന്നു. ഇപ്പൊ വരും കേട്ടോ. ഇടക്കിടക്ക് എടുക്കല്. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് 1-2 ടീഷർട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അയൺ ചെയ്ത് സെറ്റ് ആക്കട്ടെ കേട്ടോ. ഞാനാണ് കംപ്ലീറ്റ് അയൺ ചെയ്യുന്നത്. എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ അയൺ ചെയ്തിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അയൺ ചെയ്യട്ടെ. എന്നിട്ട് നമ്മൾ പോകാതെ ഏകദേശം എല്ലാ കാര്യം സെറ്റപ്പ് ആയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ബീച്ചിൽ ഇടാൻ നല്ല വലിയൊരു ഫ്രോക്ക് വേണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒരിക്കലും പറ്റിയിട്ടില്ല. ഇത് ഇങ്ങനെ അടിക്കാനൊക്കെ യോഗം ഷടപടയെന്ന് സമയം 8:40 11:30 മണിക്കാണ് നമുക്ക് ബസ് വരാറുള്ളത്. എനിക്ക് വേറെ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഫ്രോക്ക് ഉണ്ടാക്കും. ഉണ്ടാക്കട്ടെ. ഇത് ഞാൻ വളാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പണ്ടെങ്ങാണ്ട് ഓർഡർ ചെയ്തിരുന്നൊരു ക്ലോത്താണ് കേട്ടോ. ആരും ലിങ്ക് ചോദിക്കില്ല. എനിക്കിത് എവിടെ കിടക്കണമെന്നൊന്നും ഒരു പിടുത്തമില്ല. നമുക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലേ. പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് വേണം തോന്നിയാൽ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തായാലും ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ നമ്മുടെ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസത്തെ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ ഈ ഡ്രസ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടൂർ ടീം തയ്യാറായിട്ടുണ്ട്. നല്ല ഉണ്ട് ശരിക്കും. എന്ത് അപ്പോൾ നമ്മളങ്ങനെ ടൂർ ടീം തയ്യാറായിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് ലോക്കൽ വീട്ടിലിടാം. ബസ്സിൽ തിരിച്ചിട് വേണ്ട, തിരിച്ചിട് മാനങ്ങളല്ലേ. അത് അയ്യോ പിന്നെ മറ്റേ ഇതോ ആ വലിയ ബാഗൊക്കെ റെഡിയുണ്ട്. ഇത് പ്ലഷറൊന്നല്ല ആ അടുത്തിക്കണ്. അമ്മി മക്കളൊന്നും ടൂർ പോകത്തില്ല. അമ്മി മക്കളും ടൂർ ശരിയല്ല. ഒന്നും കാണാല്ല. എന്തോ പോലെ തോന്നുന്നു. നമ്മള് ഈ ഒരു 11 മണി നേരത്തൊക്കെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുക എന്തോ പോലെ. എനിക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ കാണുമ്പോ മനസ്സിലാവും എന്താണ് ആ കാര്യം. ടെൻഷനിലാണ്. ട്രെയിനാണെങ്കിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ ഒരു 11:30 മണിയായപ്പോൾ നമ്മുടെ ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ബസ്സിൽ കയറിയ കഥയൊക്കെ ഒരു വലിയൊരു കഥയാണ്. അതൊന്നും പറയാൻ ഒരു എപ്പിസോഡ് പോരാ. എന്തായാലും ബസ്സെല്ലാം വന്നിട്ടുണ്ട്. എല്ലാവരും ബർത്തിൽ കയറി കിടന്നു. ഞാൻ താഴത്തെ സീറ്റിലിരുത്തിയിരുന്നത് കേട്ടോ. പേടിച്ചിട്ട് എനിക്ക് ബസ്സിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുവിധം നമ്മൾ ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട്. ആറ്റിങ്ങിൽ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നമ്മൾ ഏകദേശം ഒരു 5:30-6:30 മണിക്കാണ് നമ്മൾ ആറ്റിങ്ങൽ എത്തിയത്. അപ്പോൾ ഇവിടെ റിസോർട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ മൊത്തത്തിൽ എന്തോ ഒരു വശപ്പശക്കില്ല പോലെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു കേട്ടോ. മാതാപന്മാർ വരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നീണ്ട ബസ് യാത്ര കഴിഞ്ഞ് വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് രാവിലെ അല്ലേ ഒന്ന് ബാത്റൂമിൽ പോകാനോ ഒന്നിനുമുള്ള ഒരു സെറ്റപ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ റിസോർട്ടിൻ്റെ സെറ്റപ്പായിട്ട് നമുക്കണ്ട് എന്താ ഒന്നും മനസ്സിലാവുന്നില്ല, ആളെയും കാണാനില്ല. അപ്പം എന്തായാലും ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടാക്സി നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ടാക്സിയിലൊക്കെ കയറിയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പോയിട്ട് കഴിച്ചിട്ട് തിരിച്ച് വന്നു കേട്ടോ. ഇവിടെ റൂം പോലും കറക്റ്റ് ആയിട്ടില്ല. ഇതിന് മുമ്പ് നിങ്ങള് എന്താ ഇവരൊക്കെ നോക്ക്, ഇവര് തായം കളിക്കുക അല്ല എന്താണത് തായം കളിക്കുക. യെസ്, ക്യാരംസ് കളിക്കുകയാണ്. നമുക്ക് നല്ലൊരു എതിരാളിനെ കിട്ടിയിരിക്കുന്നുണ്ട് ഉണ്ണി മോനെ. ഇവരെ തോപ്പിക്കാൻ നീ പാടുപെടും.
പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂം ഒട്ടും ശരിയാവുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു റിസോർട്ട് കേട്ടോ. ആ റിസോർട്ട് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സമാധാനം വന്നു. കാരണം മുൻപ് കണ്ട റിസോർട്ട് മെയിൻ്റനൻസ് വളരെ കുറവാണ്. വൃത്തി പറഞ്ഞത് ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ പഠിച്ച സഹായിച്ചിട്ട് ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ പെട്ടെന്ന് അങ്ങനെ ഒരു റിസോർട്ട് കിട്ടി. അപ്പോൾ നമ്മൾ പുതിയ റിസോർട്ടിലേക്ക് എല്ലാവരും താമസം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ റൂമാണ് സെറ്റായത് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ബാത്റൂം കുറച്ച് വലിയ ബാത്റൂമാണ് കേട്ടോ. ഇത് ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ ആദ്യം കുളിക്കാൻ വന്നത് ഞാൻ തന്നെ കയറിക്കാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഫ്രഷായി മാറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജഡായി പാറയ്ക്ക് പോവുകയാണ്. എനിക്ക് അറിയാൻ പാടില്ല ജഡായി ഞാൻ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുമോ ഇല്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അതവിടെ ഇവിടെ ഇവന് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഇവരെ ഉണ്ണിമോന് അപ്പുറത്തെ റൂമിലാണല്ലോ. അപ്പോൾ അവിടെ അവന് ഉണ്ണിമോൻ്റെ കൂടെ അവിടെ കിടന്ന് AC-യിലാണ് സുഖം പിടിച്ചിട്ടാണ്. AC കണ്ട പിന്നെ പണ്ടേ അവൻ്റെ വീക്ക്നെസ്. കാര്യം വരട്ടെ, ഇന്നലത്തെ ബസ്സിലത്തെ ഒരു എക്സ്ക്ലൂസീവ് സീൻ നമുക്ക് നഷ്ടപ്പെട്ടു. സുലത്താൻ്റെ ഒരു ശരിക്കുള്ളൊരു അത് റിയൽ ഫേസ് കണ്ടില്ലല്ലോ. ഇന്ന് ചിലപ്പോൾ ജഡായുപ്പാറിന് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടും. റിയൽ ഫേസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇന്നലെ ബസ്സിന് വരുമ്പോൾ പേടിച്ച് വിറച്ചിൻ്റെ കൈസ് പോലെ ഇരുന്നത്. അതുകൊണ്ട് ഞാൻ മടങ്ങി പോണത്, ഞാൻ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ ട്രെയിനിലാണ് ഞാൻ മടങ്ങി പോണത്. ഇനി ബസ്സിൽ ഇനി എന്തായാലും പറ്റില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ജഡായുപ്പാറയ്ക്ക് പോവുകയാണ്. ഞാൻ അവിടെ പോയിട്ട് കാണാം. നിനക്കെന്താ പ്രശ്നം? AC-യിൽ കിടക്കാനൊക്കെ വിചാരിച്ചേക്കണ്? ഇവരുടെ കൂടെ ഇനിവരുടെ കൂടെ നിൽക്കും. ഇതൊരു കഷ്ടമാണ്. ഇന്നുമോള് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇന്നുമോള് നല്ല നമ്മൾ മാക്സിന്ന് വാങ്ങിച്ച ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. ബാഗിലെല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് പോവല്ലേ? അവിടെ കുഞ്ഞുമോള് നെബിലൂട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവരവിടെ മറ്റേ റീൽസ് എടുക്കുന്ന തിരക്കിലാണ്. എനിക്ക് ആദ്യം ഇവിടെ നോക്കി നോക്കൂ, ടെസ്റ്റ് ചെയ്ത് നോക്കി എത്ര വെള്ളം ഉണ്ടെന്ന്. നമ്മളെ പൂളിന്റെ വെള്ളം തന്നെ ഉണ്ടാവുള്ളൂ. സിമ്മ കുറവായിരിക്കും. ചടിയോ? അത് ആരല്ലേ ഉള്ളൂ. നീട്ടി പോയിക്കോ. വെയിലത്ത് നിന്ന് കരിയും. സുഖിച്ചേക്കണു നടന്നോ. അങ്ങനെ ഉണ്ണിമോനും സായിക്കുട്ടിയും റിസോർട്ടിൽ തന്നെ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞു. സായിക്കുട്ടിക്കാണെങ്കിൽ സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ ഓനക്ക് എവിടെ വരാനും ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കറങ്ങാനും പോകണം. അപ്പം നമ്മൾ താഴെ റിസോർട്ടിൽ വന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിയോട് തങ്ങളൊരു ടാക്സി ഏർപ്പാടാക്കി തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ടാക്സിനെക്കാട്ടിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓട്ടോ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ഓട്ടോ എടുത്തിട്ട് പിന്നെ കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നൂഡിൽസ് വന്നിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട്. ഇതെന്താ കുഞ്ഞുമോളെ? ജിഞ്ചർ ഗാർലിക് ഫ്രൈഡ് റൈസ്. എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു. വിശന്നിട്ട് വയ്യ, കഴിക്കട്ടെ. നമുക്ക് കിട്ടുന്നില്ലേ? 2,000 രൂപക്കല്ലേ തന്നുള്ളൂ. കുട്ടേണ്ണ 2 ജാക്കറ്റ് കൂടെ എടുക്കണേ. ജാക്കറ്റ് അത് മലപ്പുറം ഡിസ്ട്രിക്ട്. സിസ്റ്റേഴ്സ് പറഞ്ഞപ്പോഴേ ഇങ്ങനെ വെള്ളം കുലുക്കല്ലേ. എങ്ങോട്ട് പോണ്? ഞാന് ബോട്ടിൽ കേറില്ല വിചാരിച്ചിരുന്നു കേട്ടോ. പിന്നെ എല്ലാരും കൂടെ എന്നെ തള്ളി. അപ്പൊ ആൾക്ക് കൂൾ ടൈംസ് പേര് മാത്രം ഭയങ്കര ഹറിബറിയാണ്. പക്ഷെ കേറിയപ്പോ നല്ല രസമുണ്ട്. നഷ്ടമായിരുന്നു അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. ആ സത്യം ഭയങ്കര നഷ്ടമായിരുന്നു. നല്ല രസം. ഇത്ര നട്ടുച്ച വെയിലത്തുണ്ടല്ലോ ഭയങ്കര റിലാക്സിങ്. ഈ നട്ടുച്ച വെയിലത്ത് എങ്ങനെ റിലാക്സ് ആവാൻ പറ്റുന്നു? തൊപ്പിട്ടോണ്ട് ഓൾറെഡിയാണോ? ഞാൻ കണ്ടറിഞ്ഞു. അതെ, അതൊന്ന് ഊരി വെക്ക്. റിലാക്സ് അവിടെ ഒന്ന് കാണണം. അടിപൊളി കാഴ്ചകൾ. ഇനി നമുക്ക് ഒരു കുടയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾക്ക് കുറച്ച് വെള്ളം കുടിക്കാം. നല്ല ദാഹം. നമുക്ക് കുടലല്ലോ. അങ്ങോട്ട് നീ കുടൽ തിരിഞ്ഞിരിക്കുന്ന നീ കറക്റ്റാ ചെയ്തത്. നമുക്ക് കുടലടി. ഞാൻ തിരിഞ്ഞതാ. ഞാൻ ആ കരിയൂടി നെബിലൂട്ടി ഇടക്കിടക്ക് ഓ പൊളി വൈബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അല്ലെങ്കിൽ ഈ വെയിലും കൂടി ഇല്ലായിരുന്നു എന്ത് രസമായിരിക്കും അല്ലേ? ഉണ്ടാവില്ലായിരുന്നു.
മറ്റേ ചെക്കൻ പറയില്ലേ എന്നെ വിലൂട്ടിയെ സുഹൃത്തുക്കളെ നിങ്ങളിതൊന്ന് കാണൂ പറയില്ലേ എന്ന പോലത്തെ സംഭവമാണ്. നമുക്കിപ്പോൾ ഇതൊക്കെ കാണാനേ യോഗമുള്ളൂ. നമുക്ക് ഇനി കാശ്മീരൊക്കെ നമുക്ക് കാശ്മീരല്ല നേപ്പാളും ഹിമാലയൊക്കെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണാം. പക്ഷേ ഇതൊരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ആദ്യം സുഹൃത്തുക്കളെ നിങ്ങൾ ഇതൊന്ന് കാണും. ഇനി മോള് എന്തോ ഒരു സാഹസികമായിട്ടുള്ള കാര്യം ചെയ്യാനുണ്ടോ? ഇതാണ് ഇനി മോളുടെ ധൈര്യം കാണിക്കുന്ന മറ്റേ സീന്. ഇത് നമ്മൾ കണ്ടൽക്കാടുകളിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ. ഇനി കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനിയും പറയാനുണ്ട്. ആ വിശേഷങ്ങളുമായിട്ട് ഞാൻ നാളെ ഓടി വരാം കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.